പുറത്ത് കനത്ത മഴ പെയ്യുകയായിരുന്നു. ഇടിമിന്നലിൻ്റെ ശബ്ദം കേട്ട് വിവാഹ വീട്ടിലെ കുട്ടികൾ പേടിച്ചിരിക്കുന്നു. പക്ഷേ ആ വീടിനുള്ളിൽ സന്തോഷം നിറഞ്ഞിരിക്കുന്നു. ആര്യയുടെയും ആദിത്യൻ്റെയും വിവാഹം കഴിഞ്ഞ് ഏതാനും മണിക്കൂറുകൾ മാത്രമായിരുന്നു. ബന്ധുക്കൾ ഓരോരുത്തരായി യാത്ര പറഞ്ഞ് മടങ്ങി. ആര്യയുടെ അമ്മ അവളെ കെട്ടിപ്പിടിച്ച് പറഞ്ഞു, മോളെ, ഇനി അതാണ് നിന്റെ വീട്. എല്ലാവരെയും നീ സ്നേഹിക്കണം. ആര്യ കണ്ണു നിറഞ്ഞ് അമ്മയെ കെട്ടിപ്പിടിച്ചു കവിളത്ത് ഒരു ഉമ്മ കൊടുത്തു. അമ്മ, ഞാൻ എന്നും നിങ്ങളുടെ മകളായിരിക്കും. അവളുടെ അച്ഛൻ സതീഷ് ചിരിക്കാൻ ശ്രമിച്ചെങ്കിലും കണ്ണുകൾ നിറഞ്ഞിരുന്നു. ആദിത്യൻ്റെ വീട്ടിലെത്തിയപ്പോൾ എല്ലാവരും പുതിയ മരുമകളെ സന്തോഷത്തോടെ സ്വീകരിച്ചു. അമ്മായിയമ്മ ശാരദ ആര്യയുടെ നെറ്റിയിൽ ചന്ദനം തൊടിയിച്ചു പറഞ്ഞു, ഇനി ഈ വീട്ടിലെ ലക്ഷ്മിയാണ് നീ. വീട്ടിൽ ചിരിയും തമാശയും ഒക്കെയായി എല്ലാവരും വളരെ സന്തോഷത്തിലായിരുന്നു. എന്നാൽ ആ സന്തോഷത്തിനിടയിൽ ഒരാൾ മാത്രം മിണ്ടാതിരുന്നു. വീട്ടിലെ പഴയ ജോലിക്കാരൻ ഗോവിന്ദൻ. അയാൾ ആര്യയെ കണ്ടപ്പോൾ മുഖത്ത് ഒരു ഭയം തെളിഞ്ഞു. ആര്യയും ഒരു നിമിഷം അയാളെ തന്നെ നോക്കി. അവൾക്ക് അയാളെ മുൻപ് എവിടെയോ കണ്ടതായി തോന്നി. പക്ഷെ എവിടെയാണെന്ന് ഓർമ്മ കിട്ടുന്നില്ല. രാത്രി 12 മണി. പെട്ടെന്ന് കറണ്ട് പോയി. വീട് മുഴുവൻ ഇരുട്ട്. ആരെങ്കിലും ഒരു മെഴുകുതിരി കത്തിച്ചു കൊണ്ടുവരൂ, ആരോ വിളിച്ചു പറഞ്ഞു. ഇടിയുടെ വെളിച്ചത്തിൽ ഒരു നിമിഷം ആര്യ വീടിൻ്റെ പടിക്കെട്ടിന് സമീപം നിൽക്കുന്നത് പോലെ ആദിത്യന് തോന്നി. അടുത്ത മിന്നൽ തെളിഞ്ഞപ്പോൾ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. ആര്യ, അവൻ വിളിച്ചു. മറുപടിയില്ല. എല്ലാവരും ടോർച്ചെടുത്ത് തിരച്ചിൽ തുടങ്ങി. മുറികൾ, അടുക്കള, മുകളിലത്തെ നില, മുറ്റം, തോട്ടം, എവിടെയും ആര്യയില്ല. വീട്ടിലെ പ്രധാന ഗേറ്റ് അകത്തുനിന്ന് പൂട്ടിയ നിലയിൽ തന്നെയായിരുന്നു. അപ്പോൾ അവൾ എങ്ങനെ പുറത്തുപോയി? രാത്രി 1:15 പോലീസ് എത്തി. അന്വേഷണത്തിന് നേതൃത്വം നൽകിയത് CI കാർത്തിക്. അദ്ദേഹം വീട്ടിലെ ഓരോ മുറിയും പരിശോധിച്ചു. അപ്പോഴാണ് മുകളിലെ ഇടനാഴിയിലെ കണ്ണാടിയിൽ എഴുതിയിരിക്കുന്ന ഒരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടത്. കണ്ണാടിയിൽ വിരൽ കൊണ്ട് എഴുതിയ ഒരു വാചകം. സത്യം ഈ വീട്ടിനുള്ളിലുണ്ട്. പക്ഷേ അതിലും വിചിത്രമായ ഒരു കാര്യം, ആ വാചകം മഴവെള്ളം കൊണ്ടോ പൊടി കൊണ്ടോ അല്ല എഴുതിയിരിക്കുന്നത്. ഫോറൻസിക് സംഘം പരിശോധിച്ചപ്പോൾ അത് രക്തമായിരുന്നു. വീട്ടിലുള്ള എല്ലാവരുടെയും മുഖത്ത് ഒരു ഭയം പടർന്നു. CI കാർത്തിക് ശാന്തമായി പറഞ്ഞു, ഈ വീട്ടിലെ ആരോ ഒരാൾ ഒരു വലിയ രഹസ്യം ഒളിപ്പിക്കുന്നു. അപ്പോഴാണ് ഒരു പോലീസുകാരൻ ഓടിയെത്തി പറഞ്ഞത്, സാർ, വധുവിൻ്റെ മൊബൈൽ കിട്ടി. എവിടെ? ഒരു വീട്ടിലെ പഴയ സ്റ്റോർ റൂമിൽ. മൊബൈൽ തുറന്നപ്പോൾ അവസാനമായി റെക്കോർഡ് ചെയ്ത 12 സെക്കൻഡ് ഓഡിയോ മാത്രം. അതിൽ ആര്യയുടെ പേടിച്ച ശബ്ദം, ഇല്ല, ദയവായി, ഞാൻ ഇത് ആരോടും പറയില്ല. അതിനുശേഷം ഒരു പുരുഷൻ്റെ ശബ്ദം, ഇത് പറയാൻ ഇനി നീ ജീവനോടെ ഉണ്ടാകില്ല. ഓഡിയോ അവസാനിച്ചു. വീട്ടിലുണ്ടായിരുന്ന എല്ലാവരും പരസ്പരം നോക്കി. ആ ശബ്ദം ആരുടേതാണ്? വീട്ടിലെ ആരുടേതെങ്കിലുമാണോ? അല്ലെങ്കിൽ പുറത്തുനിന്ന് ആരെങ്കിലും അകത്ത് കയറിയതാണോ? നിങ്ങളുടെ അഭിപ്രായത്തിൽ ആര്യയെ അവസാനമായി കണ്ടതാരായിരിക്കും? ഭർത്താവ് ആദിത്യൻ? ജോലിക്കാരൻ ഗോവിന്ദൻ? വീട്ടിൽ മറ്റാരെങ്കിലും? നിങ്ങളുടെ ഉത്തരം കമൻറ്റിൽ എഴുതൂ. ശരിയായ സൂചന അടുത്ത ഭാഗത്തിൽ ലഭിക്കും.